പ്രിയപ്പെട്ടവരെ, ഇന്ന് 2026 മാർച്ച് 1 വൈകുന്നേരം 4 മണിക്ക് ശേഷം നമ്മൾ സൈറൻ കേട്ടിട്ടില്ല. ആകാശത്തുകൂടി മിസൈലുകൾ പോകുന്നതോ ഡ്രോണുകൾ പോകുന്നതോ കൂട്ടിയിടിക്കുന്നതോ കണ്ടിട്ടില്ല. ആ ശബ്ദവും വെളിച്ചവും ഇല്ലാത്തതിന്റെ സൗന്ദര്യത്തിലും സമാധാനത്തിലും കടന്നുപോകുന്ന മണിക്കൂറുകളിലൂടെ നമ്മളിതാ UAE സമയം 10 മണിയിലേക്ക് എത്തുമ്പോൾ 32 മണിക്കൂർ പിന്നിട്ട ഒരു യുദ്ധാന്തരീക്ഷത്തിൽ നിന്ന് ഒരു വലിയ മാറ്റം വരുന്നത് പോലെ, എല്ലാവരും അറിയേണ്ട ഒരു വലിയ സത്യം ഉണ്ടായി വരുന്നത് പോലെ, നമ്മളൊക്കെ അസ്വസ്ഥമായി ഉറങ്ങിയ ഇന്നലത്തെ രാത്രി പോലല്ല ഇന്ന് രാത്രി എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുന്നത് പോലെ പുതിയ ചില സൂചനകൾ വന്നിരിക്കുന്നു. അതിലേറ്റവും പ്രധാനം, ട്രംപ് പറഞ്ഞിരിക്കുന്നത് പുതിയ ഭരണസമിതിയുമായി തനിക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ഇറാന്റെ പുതിയ നേതൃത്വവുമായിട്ട് ചർച്ച ആഗ്രഹിക്കുന്നു. അവർ സമ്മതിച്ച സ്ഥിതിക്ക് ഞാൻ സമ്മതിക്കുന്നു എന്നാണ്. ചർച്ചയ്ക്ക് സമ്മതിച്ചു. ആരുമായിട്ട് സംസാരിക്കും എന്ന കാര്യം അദ്ദേഹം ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ എന്ന 2 വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ ട്രംപിന് തന്നെ സംസാരിക്കണം ഇറാന്റെ പുതിയ ഭരണ നേതൃത്വവുമായിട്ട്. അത് എത്രയും നേരത്തെ ആയാൽ അത്രയും നല്ലത് എന്ന കാര്യം പറയുകയും ചെയ്തിരിക്കുന്നു. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള ഫോർമുലകളുമായി മുന്നോട്ട് പോകാം എന്നാണ് ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇറാനും ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറായി എന്ന സൂചന. ഇതിനിടയിൽ നിൽക്കുന്ന ഒമാൻ മറ്റു പല പ്രതിബന്ധങ്ങളും മറന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിച്ച് ചർച്ചാവേദിയിലേക്ക്, വീണ്ടും ആ സമാധാന വേദിയിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ് എന്ന വിവരമാണ് കിട്ടിയിരിക്കുന്നത്. ഒമാൻ ആക്രമണത്തിനൊക്കെ വിധേയമായി 2 ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടു. അതിൽ ഒരെണ്ണത്തിൽ 15 ഇന്ത്യക്കാരുണ്ടായിരുന്നു. അവരെ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തു. ഒക്കെ ശരിയാണ്, അതൊക്കെ സംഭവിച്ചെങ്കിലും ഒമാൻ ആ മധ്യസ്ഥ ശ്രമം സമാധാനമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിധത്തിൽ ഇപ്പോഴിതാ 2 കൂട്ടരെയും വീണ്ടും ടേബിളിൽ നേരിട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരുപാട് കാലമായി ഇറാനിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാനിതാ ചെയ്യാൻ പോകുന്ന അർത്ഥത്തിൽ ട്രംപ് അറ്റ്ലാന്റിക്ക എന്ന മാധ്യമത്തോട് സംസാരിച്ചതായും ഇത് സംബന്ധിച്ച റിപ്പോർട്ടിൽ പറയുകയാണ്. ഇതിനിടയിൽ ഇറാനിലെ ഭരണ നേതൃത്വത്തിലുണ്ടായിരുന്ന അയത്തുള്ള അലി ഖാമിനി അടക്കമുള്ള 48 പ്രമുഖർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇന്നലത്തെ ആക്രമണത്തിൽ എന്നും ഔപചാരികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഒരു 3 അംഗ സമിതി തൽക്കാലം ഇടക്കാല ഭരണകർത്താക്കളായിട്ടുണ്ട്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പുതിയ സുപ്രീം മേധാവിയെ തെരഞ്ഞെടുക്കും. അങ്ങനെയുള്ളൊരു നേതൃത്വത്തിലേക്കാണ് പോകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതേസമയം തൊട്ടു മുമ്പ്, ഈ ഒമാൻ ഇടപെടുന്നതിന് തൊട്ടു മുമ്പ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് അയത്തുള്ള അലി ഖാമിനിയെ വധിക്കിയ വഴി ട്രംപ് റെഡ് ലൈൻ കടന്നിരിക്കുന്നു എന്നാണ്. അപകട രേഖ തിരിച്ചടിയിലായിരിക്കും അവസാനിക്കുക എന്നൊരു വിധത്തിൽ ഒരു ഭീഷണി പറഞ്ഞിരുന്നതിന് പിന്നാലെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, 4 മണിക്ക് ശേഷം, ഇന്ന് UAE സമയം 4 മണിക്ക് ശേഷം 3:45 സമയത്തും ചീറിപ്പായുന്ന മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഒക്കെ ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ ശബ്ദം കേട്ടതാണ്. അത് പേടിച്ച ആളുകൾ കഴിഞ്ഞതാണ്. അതൊക്കെ, ആ സാഹചര്യമൊക്കെ മാറി എന്ന അർത്ഥത്തിൽ ഇപ്പോൾ മനസ്സിലാക്കുന്ന മണിക്കൂറുകൾ കടന്നുപോയിരിക്കുന്നു. ഇറാനെ ആക്രമിക്കാൻ വേണ്ടി പോയ സംഘത്തിലെ 3 അമേരിക്കൻ ട്രൂപ്പ് അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി വിവരം കിട്ടിയിട്ടുണ്ട്. 5 പേർക്ക് ഗുരുതരമായ പരിക്കും പറ്റിയിട്ടുണ്ട്. ഇറാൻ ഇസ്രയേലിലേക്ക് തിരിച്ചടിച്ച വകയിൽ ജെറുസലേമിനടുത്ത് ഒരു സിനഗോഗിൽ ഉണ്ടായിരുന്ന നിരവധി പേർ മരിച്ചതായി റിപ്പോർട്ടുണ്ട്. 9 പേരാണ് കൊല്ലപ്പെട്ടതെന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. UAEയിൽ 3 പേരാണ് മൊത്തം മരിച്ചത്. 58 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പരിക്ക് പറ്റിയവരിൽ ഇന്ത്യക്കാരുമുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം എത്ര മിസൈലുകളും ഡ്രോണുകളും എന്ന കണക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് UAEയിൽ ഔപചാരികമായി പുറത്തുവിട്ടുണ്ട്. കൃത്യമായിട്ട് 708 എണ്ണം. അതെങ്ങനെയെന്ന് വെച്ചാൽ 165 മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, 541 ഡ്രോണുകൾ, 2 ക്രൂയിസ് മിസൈലുകൾ. ഇതിൽ 21 ഡ്രോണുകൾ സിവിലിയൻ ടാർഗറ്റുകളിൽ വന്നു. ബാക്കിയെല്ലാം ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചു എന്നുള്ളതാണ് UAEയുടെ സൈന്യത്തിന്റെ, പ്രതിരോധ സംവിധാനത്തിന്റെ, മിസൈലിനെ തകർക്കാനുള്ള ശേഷിയുടെ പ്രത്യേകതയാണ്. ആ ബ്രില്യൻസ് ആണ്, ആ എക്സലൻസ് ആണ്, ആ സ്കിൽസ് വ്യക്തമാവുന്ന വിധത്തിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്.
അതുപോലെ 13 മിസൈലുകൾ കടലിൽ പതിച്ചതായും റിപ്പോർട്ടുകൾ പറയുകയാണ്. 21 ഡ്രോണുകൾ സിവിലിയൻ ടാർഗറ്റിൽ പതിച്ച കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു പാകിസ്ഥാൻ പൗരൻ, ഒരു നേപ്പാൾ പൗരൻ, ഒരു ബംഗ്ലാദേശി പൗരൻ എന്നിങ്ങനെയാണ് 3 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതിനിടയിൽ ഇറാൻ വെച്ച് കൂടുതലായിട്ട് വിലപേശുന്ന ഒരു സ്ഥലമാണല്ലോ ഹോർമൂസ് കടലെടുക്ക്. 33 കിലോമീറ്റർ വൈഡായിട്ടുള്ള ആ സ്ഥലത്ത് അന്താരാഷ്ട്ര എണ്ണ മാർക്കറ്റിൽ അതിന്റെ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് ചൈനയ്ക്കൊക്കെ കിട്ടുന്ന എണ്ണയുടെ 50% കടന്നു വരുന്നത് ഇവിടെ നിന്നാണെന്ന് മനസ്സിലാക്കണം. നാളെ വില വർദ്ധിക്കും എന്ന് മാർക്കറ്റ് ഭയക്കുകയാണ്. 2 ഷിപ്പുകൾ ആക്രമിക്കപ്പെട്ടു എന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. മെർസ്ക് അടക്കമുള്ള പല വൻകിട കമ്പനികളും അവരുടെ സർവീസുകൾ സസ്പെൻഡ് ചെയ്തത് വിലക്കയറ്റത്തിന് കാരണമാകുന്നു എന്ന രൂപത്തിൽ റിപ്പോർട്ടുകൾ വരികയാണ്. UAE ചെയ്ത മഹത്തരമായ ഒരു കാര്യം കൂടി ശ്രദ്ധയപ്പെടുത്തട്ടെ. ഈ ട്രാൻസിറ്റിലൊക്കെ വന്ന് കുടുങ്ങിപ്പോയ ആളുകളുണ്ട്. 20,200 പേർ എയർപോർട്ടുകളിൽ കുടുങ്ങിപ്പോയ അങ്ങനെയുള്ള ആളുകൾക്ക് എത്ര ദിവസം വരെയാണോ ഫ്ലൈറ്റുകൾ ഇല്ലാത്തത്, എത്ര നാൾ വരെയാണോ ഇവിടെ എയർ സ്പേസ് അടച്ചിടുന്നത്, അത്രയും കാലം ഹോട്ടലും ഫുഡും റിഫ്രഷ്മെന്റ് സൗകര്യങ്ങളും കൊടുക്കാൻ ഭരണാധികാരികൾ ഉത്തരവിട്ടിരിക്കുന്നു. ഇത് ഈ രാജ്യം കൊടുക്കുന്ന അതിഥികളെ സ്വീകരിക്കുന്നതിൽ നൽകുന്ന ഏറ്റവും വലിയ ഒരു മോഡൽ ലെസൺ എന്ന മാതൃകാ പാഠമായി മാറിയിരിക്കുകയാണ്. എല്ലാവരും പ്രശംസിക്കുന്ന ഒരു കാര്യമായി അത് മാറിയിരിക്കുന്നു. 20,200 പേരുടെ കാര്യം. ഇതിനിടയിൽ ഫുഡിന്റെ കാര്യത്തിൽ ദൗർലഭ്യമുണ്ടാകുമോ, വില വർദ്ധിക്കുമോ എന്നൊക്കെ സാധാരണക്കാർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാകണം ഇന്ന് MA യൂസുഫലി നേരിട്ട് മാധ്യമങ്ങൾക്ക് ഒരു വാർത്താക്കുറിപ്പ് അയച്ചു കൊടുത്തു. ഒരു കാരണവശാലും വില വർദ്ധിപ്പിക്കില്ല, പ്രത്യേകിച്ച് റമദാനിൽ വില വർദ്ധിപ്പിക്കില്ല എന്ന നിയമമുണ്ട്. മാത്രമല്ല സ്റ്റോക്ക് ഇഷ്ടം പോലെയുണ്ട്. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല, തിക്കിത്തിരക്കി ആരും വാങ്ങേണ്ട കാര്യമില്ല, എല്ലാം ഔട്ട്ലെറ്റുകൾ റെഡിയാണ് ലുലുവിൽ എന്ന അർത്ഥത്തിൽ അദ്ദേഹം പ്രസ്താവനയും ഇറക്കിയിട്ടുണ്ട്. ഭക്ഷ്യ സുരക്ഷ എന്നത് മാത്രമല്ല ഒരു ഭക്ഷ്യ പ്രതിബദ്ധതയുടെ സങ്കല്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് MA യൂസുഫലി പ്രസ്താവന നൽകിയിരിക്കുന്നത്. ഇറാനെ ആക്രമിച്ച നടപടി, ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നടപടി, വിവിധ രാജ്യങ്ങൾ അതിനെ എങ്ങനെ കാണുന്നു? അതിപ്പോ റഷ്യ, ചൈന ശക്തമായി അതിനെ വിമർശിച്ചു. ഒരു ഭരണാധികാരിയെ കൊലപ്പെടുത്താൻ വേണ്ടി അവരുടെ അധികാരത്തിൽ കൈവയ്ക്കുന്ന രീതി ശരിയല്ല എന്ന് പരസ്യമായി തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അയത്തുള്ള അലി ഖാമിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ സംഘർഷങ്ങളുണ്ടായി. 1 ഡസൻ ആളുകൾ മരിച്ചു എന്ന റിപ്പോർട്ടാണ് വരുന്നത്. UAEയുടെ സ്റ്റോക്ക് മാർക്കറ്റ് നാളെ 2-ാം തീയതി പിന്നെ 3-ാം തീയതി 2 ദിവസവും അടഞ്ഞു കിടക്കും എന്ന അറിയിപ്പ് രാത്രി വൈകി എത്തിയിരിക്കുകയാണ്. ഖത്തറിൽ കഴിയുന്ന അമേരിക്കക്കാർ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരൊക്കെ എത്രയും വേഗം ഏതെങ്കിലും സാഹചര്യത്തിൽ അവിടെ നിന്ന് വിട്ടുപോകാൻ പറ്റുമെങ്കിൽ വിട്ടുപോകണമെന്ന് ഒരു അഡ്വൈസറി അമേരിക്ക നൽകിയിട്ടുണ്ട്. ഇടയ്ക്ക് വാർത്തകളിൽ പ്രമുഖ ബാഡ്മിന്റൺ താരം PV സിന്ധു ദുബായിൽ വന്ന് എയർപോർട്ടിൽ കുടുങ്ങി മറ്റൊരു യാത്രയിലേക്ക് പോകുന്ന വഴിക്ക് എന്ന് പറഞ്ഞിട്ട് അവർക്കും എല്ലാ സൗകര്യങ്ങളും UAE ചെയ്തു കൊടുത്തു, സന്തുഷ്ടയാണ് എന്ന അർത്ഥത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇതിനിടയിൽ ഇറാൻ USS എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പൽ വ്യൂഹത്തിന് നേർക്ക് മിസൈലുകൾ പായിച്ചു, ചിലതൊക്കെ നശിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ ഒരെണ്ണം അടുത്തുപോലും എത്തിയിട്ടില്ല എന്നാണ് USS എബ്രഹാം ലിങ്കണുമായി ബന്ധപ്പെട്ട ക്യാപ്റ്റന്മാരും മറ്റും പറയുന്നത്. കുവൈറ്റിൽ ഒരാൾ മരിച്ചു, 32 പേർക്ക് പരിക്കുണ്ട്, എയർപോർട്ടിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള സംഭവ വികാസങ്ങൾക്കിടയിൽ ഇന്ന് രാത്രി, ഈ 1-ാം തീയതി രാത്രി, ഇന്നലെ രാവിലെ 8 മണിയോടുകൂടി ആരംഭിച്ചെങ്കിൽ ഇന്ന് രാവിലെ 8 മണി കഴിയുമ്പോൾ 24 മണിക്കൂർ, പിന്നെ വൈകുന്നേരം 4 മണി വരെ നോക്കുമ്പോൾ ഒരു 8 മണിക്കൂർ കൂടി, അങ്ങനെ 32 മണിക്കൂറിന്റെ അസ്വസ്ഥതയ്ക്ക് ശേഷം സമാധാനത്തിന്റെ സന്ധ്യ പുലർന്നു വന്നു എന്ന രൂപത്തിൽ എന്തൊക്കെയോ ചലനങ്ങൾ നടക്കുകയാണ്. ആ ചലനങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്. ഇതിനിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മേഖലയിലൊക്കെ എന്തെങ്കിലും യുദ്ധമോ അസ്വസ്ഥതയോ സാമ്പത്തിക പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിലുണ്ടായാൽ ബാധിക്കുക നമ്മുടെ നാട്ടിലെ അടുക്കളകളെയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മളിൽ പല ആളുകളും ഇവിടെ ഇല്ലാത്ത കാര്യങ്ങൾ പോലും പെരുപ്പിച്ച് പറഞ്ഞ് സന്ദേശങ്ങളാക്കി കിട്ടിയ ചിത്രങ്ങളൊക്കെ അയച്ച് 2021 ചില വീഡിയോ ക്ലിപ്പൊക്കെ എടുത്തു വെച്ച് ഇന്നലെ നടന്നു എന്ന് പറഞ്ഞൊക്കെ അയച്ച ആളുകളുണ്ട്. ഇതൊക്കെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ദുബായിയുടെ മീഡിയ ഓഫീസ്, UAEയുടെ മീഡിയ നെറ്റ്വർക്ക്, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അപ്പോൾ ഇൻഫർമേഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതനുസരിച്ച് മാത്രം
നമ്മൾ മറ്റുള്ളവരെ അറിയിക്കണം. വെറുതെ ആശങ്കപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കണം. സത്യാവസ്ഥ എന്താണെന്നുള്ളത് വളരെ വ്യത്യസ്തമായ രൂപത്തിൽ കൃത്യമായി ഇവിടെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള രൂപത്തിലേക്ക് നമ്മൾ കടന്നു വരണം എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ നാടിന്റെ വിഷയം കൂടിയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ മേഖലയിലുള്ളത്. അവർക്കുള്ള അന്നമാണ്, അവരുടെ വെളിച്ചമാണ്, പ്രതീക്ഷകളാണ്. അതൊക്കെയാണ് ഗൾഫ് എന്ന മേഖല. അപ്പോൾ ഇവിടെ ഒരു അസ്വസ്ഥത ഉണ്ടാവാതിരിക്കാനുള്ള പ്രാർത്ഥനകളോടെ, ആശംസകളോടെ ഞങ്ങളുടെ ദുബായ് വാർത്തയുടെ ഈ ഒരു നൈറ്റ് അപ്ഡേറ്റ്സ് എന്നിവിടെ സമാപിക്കുന്നു. നന്ദി.